Hey guys, welcome to Queen's Diaries. In this crazy life we live, we all need someone to. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റഡി ടേബിൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഞാൻ 2-3 ദിവസം മുമ്പ് സ്റ്റഡി ടേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതെന്നൊക്കെ ഉള്ളത് സെറ്റാക്കാൻ പോവുകയാണ്. ഇപ്പോൾ വെറും ടേബിളാണ്, ഇനി എൻ്റെ സ്റ്റഡി ടേബിൾ ആക്കിയെടുക്കണം. അപ്പോൾ അത് കാണാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. ഗൈസ്, നമ്മൾ ഇതാണ് സ്റ്റഡി ടേബിളാക്കി എടുക്കേണ്ടത്. നമ്മൾ കളിച്ചത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് മടക്കിയൊക്കെ വയ്ക്കാൻ പറ്റും, അടിയിൽ ഇത് മടക്കി വയ്ക്കാൻ പറ്റും. പക്ഷെ ഇത് മടക്കി കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് നിവർത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മടക്കണില്ല. ഓക്കെ, നമുക്കിതിനകത്ത് ബുക്സും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കാം. ഇതൊരു സ്റ്റഡി ടേബിളാക്കി എടുക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ റസ്കിൻ ബോണ്ടിൻ്റെ ഒരു പുസ്തകം. ഇത് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്താണ് വായിക്കാനായിട്ട്. കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ 2-3 സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചൊക്കെ വായിക്കാനുണ്ട്. ഇതൊക്കെ ഇവിടെ വയ്ക്കാം. ഒന്നുമുണ്ട്, കുറച്ച് പുസ്തകങ്ങളൊക്കെ ബാഗിലാണ്. അപ്പോൾ അതിട്ട് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ആവശ്യമുള്ള പുസ്തകങ്ങൾ മാത്രം ഇവിടെ വയ്ക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് കുഞ്ഞു സാധനം, ഇത് കുഞ്ഞതല്ല, ഇത് മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ഇത് ലൈറ്റ് കടത്തണം, എന്നാലാണ് കാണുള്ളൂ. ഇട്ടേട്ടാ. പിന്നെ ഇത് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ അങ്ങനെ. ഓക്കെ, ഗൈസ്, ഇതൊരു പാവയാണ്. ഇതിനകത്ത് ലൈറ്റ് കത്തും. ഇത് ഇരുട്ടത്താണ് കാണാൻ പറ്റുള്ളൂ. ഇത് കുറച്ചൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. നല്ല സാരമില്ല, നമുക്ക് ലൈറ്റ് എത്ര ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 3 സാധനമാണ് വെച്ചത്. അപ്പോൾ നമ്മൾ ബുക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വേറെ സംഭവം ചെയ്യണം. ടൈം ടേബിൾ എഴുതി ഒട്ടിച്ച് വെച്ചു. ഞാൻ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വറക്കണം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കണം. ആദ്യം ഔട്ട്ലൈൻ വരച്ചിട്ട് നമുക്ക് എല്ലാം ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ ബോക്സ് ആയിട്ട് വരച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ ആ ബോക്സ്? ഇനി ഇതൊന്ന് സ്കെച്ചും കൊണ്ടൊന്ന് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ടൈം ടേബിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നോക്കൂ, ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം. ഇനി ഇതിവിടെ ഒട്ടിക്കണം. അപ്പം ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് കാണാം. ഗൈസ്, പശ ഇതിൽ തേച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ ഒരു കൊച്ച് സ്റ്റഡി ടേബിൾ എന്ന് ഉദ്ദേശിച്ചത്. ഗൈസ്, നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് അവധിയൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളൊന്നും പോകാണ്ട് വെറുതെ വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ടപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. പുറത്തൊക്കെ നല്ല മഴയാണ്. പാടത്ത് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഡാമുകൾ തുറന്നുകൊണ്ട് വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണിക്കാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളക്കെട്ടാണ്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. അപ്പം എന്നും കാണിക്കുന്നതിന് ഈ പാടമൊക്കെയാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.